എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പണ്ഡിതങ്ങളെ നമസ്കാരം. നിങ്ങളെല്ലാവർക്കും എൻ്റെ 68ാമത്തെ ക്ലാസ്സിലേക്ക് ആർദ്രമായ സ്വാഗതം. നമ്മൾ വളരെ ടഫായിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് വാചകങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം. ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലെ കേസ് പഠിച്ചെടുത്ത് പറയുക അത്ര സങ്കീർണമായ വാക്യങ്ങളും നമുക്ക് എഴുതാനുള്ള പ്രാപ്തിയിലേക്ക് മാത്രമല്ല എന്താണ് ഇംഗ്ലീഷിൻ്റെ താളം എന്ന് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് സംസാരിക്കാനും എഴുതാനും വായിച്ച് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ അതീവ ഭക്തിയോടെ വളരെ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതിനൊത്തിരി ക്ഷമയും വേണം നമുക്കതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ശ്രദ്ധ കൂട്ടുന്നതിനായി നമുക്ക് ഭക്തിയോടെ ഒരു പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പറക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് ആദ്യം കുറച്ച് നേരം അഡ്ജക്റ്റീവിനെ കുറിച്ച് ഇനി പഠിപ്പിക്കാനുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുക, അതിന് ശേഷം നൗൺ ക്ലോസിനെ കുറിച്ച് പഠിപ്പിക്കുക എന്നായിരുന്നു എൻ്റെ ആദ്യ പ്ലാൻ. പക്ഷെ തെറ്റി. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ അതിൽ വളരെ പ്രസക്തമായ ചില ശബ്ദങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ദൂരീകരിച്ച് കൊടുക്കേണ്ട ക്ലാസ് മുന്നോട്ട് കൊണ്ട് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ പല കുട്ടികൾക്കും ഇതുപോലെ ഈ ശംശയങ്ങളുള്ളവരുണ്ടായിരിക്കാം. ഈ ശംശയം എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ടായില്ല. എന്താ അത് പാർത്തീരിയം പോലെ ഒരു ചെടി പോലെയാണത്.
ഇതാ പാർട്ടിയുടെ പ്രത്യേകത. അത് നമ്മുടെ പറമ്പിലൊക്കെ വന്ന് കൂടിയത് അങ്ങോട്ട് നിറയും, പടർന്ന് പന്തലിക്കും, മറ്റു ചെടികളൊക്കെ അമക്കി കളയത്. മാത്രമല്ല നമുക്കൊന്ന് കടക്കാൻ പോലും പറ്റാണ്ടാക്കും. അപ്പം എന്താ പോലെയാണ് ഈ സംശയം. അത് നമ്മുടെ മനസ്സിൻ്റെ പറമ്പിലാകെ പടർന്ന് പന്തലിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെ തടയും. അതേപോലെ തന്നെ പുതിയ ചിന്തകളെ അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സംഭവിക്കില്ല. ചില കുട്ടികൾ കണ്ടില്ലേ, കുസൃതിയായ കുട്ടികൾ വല്ല മിഠായിക്ക് അല്ലെങ്കിൽ കളിപ്പടത്തിൽ വായിച്ചു പിടിച്ച് അതിലെന്താ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. വേറെ എന്ത് പറഞ്ഞാലും സമാധാനിക്കില്ല. എന്താ പോലെയാണ് സംശയം. അതൊന്നും നമുക്ക് സമാധാനം കിട്ടാത്ത അവസ്ഥ. പുതിയത് പഠിക്കാനോ പറ്റില്ല. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അതൊക്കെ സംശയമൊക്കെ പിന്നെ തീർക്കാന്ന് പറഞ്ഞാലോ ആകെ പ്രശ്നം. അതാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. കാരണം നിങ്ങളോട് ഞാൻ പറയാണ്, ഒരു കറുത്ത കുതിരയെക്കുറിച്ച് മാത്രം കുറച്ചു നേരം ചിന്തിക്കാതിരിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാതെ നിങ്ങൾ ഒഴിവെളുപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു 5 മിനിറ്റ് ഒരു കറുത്ത കുതിരയെക്കുറിച്ച് മാത്രം ചിന്തിക്കില്ല എന്ന് വിചാരിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിലനുസരിച്ച് വരാതറിയും. ആ കറുത്ത കുതിരയെ പറ്റി മാത്രമായിരിക്കും. അതുപോലെയാണ് സംശയം. അതുകൊണ്ട് നമുക്ക് സംശയം ആദ്യം തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡിക്റ്റീവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം. തുടർന്ന് ശേഷിക്കുന്ന സമയത്ത് നമുക്ക് നൗൺ ക്ലോസിനെ കുറിച്ചും പഠിക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യണം. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്, അതിൻ്റെ അർത്ഥങ്ങളാണ് ഇപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. 2 അർത്ഥം അതിനുണ്ട്, ഓരോന്നിനുണ്ടായിരിക്കും. അവ നിങ്ങൾ എഴുതിയെടുത്തുള്ള സമയത്ത് പഠിച്ച് ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രയോഗം വളരെ എളുപ്പമായിരിക്കും. അത് അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ടാക്കുമ്പോഴും അഡ്വർബ് ക്ലോസ് ഉണ്ടാക്കുമ്പോഴും നൗൺ ക്ലോസ് ഉണ്ടാക്കുമ്പോഴും വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയൂന്നി ഇത് പഠിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് പകർത്തിയെടുക്കുക. ഓക്കെ, നിങ്ങളിത് പകർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിൽ 1, 2, 3, 4 കറുത്ത മഷിയിലാണ് എഴുതിയിട്ടുള്ളത്. അതിന് ഇതിന് ഓരോന്നിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. വിച്ച്, ഏത്, ആ. അപ്പം അത് ഏത് പൂവ്, ആ എന്നർത്ഥം. ഏത് ആ പൂവ് എന്നൊക്കെ പറഞ്ഞ പോലെ, ഏത് ആ ബുക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ. ഹൂ എന്ന് വെച്ചാൽ ആര്, ആ. ആരിവിടെ വന്നു, ആ അയാൾ എന്ന് പറയില്ലേ, അതേപോലെ. ഹും, ആരെ, ആ. ആരെ നിങ്ങൾ വിവാഹം കഴിച്ചു, ആ എന്നർത്ഥം. ഹൂസ്, ആരുടെ, ആ. അതങ്ങനെയാണ് അതിൻ്റെ പ്രയോഗം. ആരുടെ കൂടെ, ആരുടെ കൂടെ നിങ്ങൾ ജോലി ചെയ്തു, ആ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പ്രയോഗിക്കില്ലേ, അങ്ങനെയാണ് വരിക. എവിടെ സന്ദർശിച്ച ആ സ്ഥലം. വെൻ, എപ്പോൾ എപ്പോൾ ട്രെയിൻ വന്നു ആ എന്നർത്ഥത്തിൽ, ആ സമയം എന്നൊക്കെ പറയും. വൈ, എന്തുകൊണ്ട്, ആ. എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞ ആ കാരണം എന്നൊക്കെ പറയും. അതേപോലെയൊക്കെ പറയും. അതിന് വിശദീകരിച്ച് പിന്നെ തരാം. ഇതിൽ 1, 2, 3, 4 കറക്റ്റ് അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളതിനെ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയും. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. അത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് കൺഫ്യൂഷൻ ആവും തോന്നി വിട്ട് കളയാം. ഈ 5, 6, 7 റിലേറ്റീവ് അഡ്വർബ് എന്നും പറയും. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പിന്നെ വഴിയെ പറഞ്ഞു തരാം. ജസ്റ്റ് അപ്പോൾ ഇത് എഴുതിയിട്ട് പഠിക്കുക. നമുക്കിനി സംശയങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ബോർഡിൽ എന്തായാലും സംശയങ്ങൾ ആദ്യം എഴുതിയിടാം. അതിന് ശേഷം ആ സംശയങ്ങൾ 1 by 1 നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സംശയങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുള്ളതാണ്. നമുക്കതൊന്ന് നോക്കാം. എന്താണ് സംശയം? ഇവ ഏത് ടൈപ്പ്, അല്ലെങ്കിൽ ഇവ താഴെ എഴുതിയിട്ടുള്ളത് ഏത് ടൈപ്പ് എന്നാണ് ചോദിച്ചത്.
ഒന്നാമത്തെ ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ, രണ്ട് ദ ഹൗസ് ഇൻ വിച്ച് ഐ ലിവ്, മൂന്ന് ഹു ആർ യു ടോക്കിംഗ് ടു, നാല് ടു ഹും ആർ യു ടോക്കിംഗ്. ഇങ്ങനെ 4 ടൈപ്പ്. ഏത് ടൈപ്പ് സെന്റൻസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം 3, 4 നോക്കിയാലോ? അവിടെ തുടങ്ങാം. ഓക്കെ, ഇപ്പൊ ഈ വാചകങ്ങളിലെ മൂന്നാമത്തെ വാചകം ഹു ആർ യു ടോക്കിംഗ് ടു, അതൊരു ചോദ്യവാചകമാണെന്നറിയാം. അത് ഏത് ടൈപ്പാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇതൊരു ചോദ്യവാചകമാണെന്ന് നമുക്കറിയാം. ചോദ്യവാക്കുണ്ട് അല്ലേ, പിന്നെ സഹായിക്കുന്ന മുമ്പിലുണ്ട്. ചോദ്യവാചകമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ നമ്മുടെ വിഷയം നമ്മുടെ മുമ്പിലുള്ള എന്താണ്? ഇത് ഏത് ടൈപ്പ് വാചകമാണെന്നുള്ളതാണ്. അപ്പൊ ചോദ്യവാചകം ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കുക ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റെ ഘടന സാധാരണ ഉത്തരമായി വരുന്ന വാചകങ്ങൾ അഥവാ പ്രസ്താവന വാക്യങ്ങൾ എന്നാണ് പറയുക. അവയുടെ മട്ടും മാതിരിയൊന്നല്ല. അപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഉൽപ്പത്തിയിലേക്ക് പോയാൽ എളുപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ട വശത്തും മനസ്സിലാവില്ല. ഇപ്പോൾ ഒരിക്കലും ഞാനൊരു പുതുതായിട്ടൊരാളെ പരിചയപ്പെട്ടു. അത് ഞാൻ പേര് ചോദിച്ചു, എന്താ പേരും ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു സന്തോഷ് എന്ന് പറഞ്ഞു. ഞാൻ ഹിന്ദു എന്ന് പെട്ടെന്ന് വിചാരിച്ചു. എന്നാലും ഒരു ചെറിയ സംശയം എന്താ ഉറപ്പിക്കാൻ ചോദിച്ചു, എന്താ അച്ഛൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ക്രിസ്ത്യാനിയാണ്. കാരണം അവർ ഉൽപ്പത്തിയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം പോൾ എന്നൊരു ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനി ആയിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. അതുപോലെ ചിലപ്പം ഇതിൻ്റെ ഉൽപ്പത്തിയായ വാചകത്തിൽ പോയാൽ നമുക്ക് ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് പറയാം, ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിൽ കണ്ടാൽ മതി. അതായത് ഇപ്പോൾ എൻ്റെ മകള് ഒരു ആൺകുട്ടിയായിട്ട് സംസാരിക്കുകയാണ്. ആൺകുട്ടിയെ എനിക്ക് പരിചയമില്ല. അപ്പോൾ സാധാരണ ഒരു പിതാവ് എന്ന നിലയിൽ ഇത് ആ കുട്ടി ആരാന്നറിയാൻ ജിജ്ഞാസയുണ്ടാവും ഇല്ലേ? അത് നമുക്കൊക്കെ അച്ഛനെ പോകാർക്കുള്ളൊരു വേവലാതിയുടെ ചെക്ക ഏത് ടൈപ്പാണ്, ആരാണ് ഇതൊക്കെ അറിയാനായിട്ട്. സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയൊക്കെ ആകുമ്പോൾ അല്ലേ. അപ്പോൾ അത് നമുക്കറിയേണ്ട ആരാണ് ആൺകുട്ടിയുടെ അറിയാൻ വ്യത്യാസം ഉണ്ടാവും. ക്ലാസ്മേറ്റ് ആണോ അതേ വല്ല പോവാല്ലാണോ ഇതൊക്കെ അറിയാൻ വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ. ഏതെങ്കിലും തല്ലിപ്പൊളിയാണോ ഇതൊക്കെ അറിയാൻ വ്യത്യാസം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ചോദിക്കും, നീ ആരോടാണ് സംസാരിക്കുന്നത് അല്ലേ? ഹൂ ആർ യു ടോക്കിംഗ് ടു, ആരോട്. ഹൂ എന്ന് വെച്ചാൽ ആര്. അപ്പോൾ ആരോടെന്നാക്കാനായിട്ട് ഓട് എന്നുള്ളതിന് ടു ആണ്. അപ്പോൾ ഹൂവിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള ഒരു വിഭക്തിയാണ് ടു. അതാണ് അവസാനം വന്നത്. ആരെന്ന് ഹൂന്ന് മാത്രം പറഞ്ഞത് അർത്ഥമുള്ളൂ, ആരെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അല്ലേ. ആര് ആർക്കുന്നതിന്. ആരോട് എന്ന് പറയുമ്പോൾ ഓട് എന്നുള്ളതിന് തുല്യമായ വിഭക്തി ചേർക്കണം അല്ലേ. ആര് എന്നുള്ളതിൻ്റെ പ്ലസ് ഓട് ചേർക്കുമ്പോൾ ആരോട് എന്നുള്ളത് എന്ന പോലെ ഹൂ എന്നതിനോട് ടു ചേർക്കുമ്പോഴാണ് ആരോട് എന്നുള്ള അർത്ഥം സിദ്ധിക്കുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ആരോട് എന്നൊരു ചോദ്യം ചോദിക്കണം. അപ്പോൾ എങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും, ഒരു പ്രസ്താവന വാക്യത്തെ ആയിരിക്കും, അതായത് ഉത്തരമായിട്ടുള്ള ഒരു വാക്യത്തെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ചോദിക്കുക. യു ആർ ടോക്കിംഗ് ടു എ ബോയ്. ഈ ഒരു ആൺകുട്ടിയോട് സംസാരിക്കുകയാണ്. ആരാണോ എന്നറിയാം. അപ്പോൾ ആ ബോയ് ആരാന്നറിയില്ല. അതാണ് നമ്മുടെ വേവലാതി പിതാവിൻ്റെ അല്ലേ. അപ്പോൾ അവനറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഹൂ ആർ യു ടോക്കിംഗ് ചോദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു യു ആർ ടോക്കിംഗ് ടു എ ബോയ്. ഈ ആൺകുട്ടിയോട് സംസാരിക്കുകയാണ്. ആരെ എ ബോയ് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല ആരാണ്, ആർക്ക്. അപ്പോൾ ആ പിതാവ് മകളോട് ഇങ്ങനെ ചോദിച്ചു അല്ലേ. അപ്പോൾ യു ആർ ടോക്കിംഗ് ടു എ ബോയ് എന്നൊരു വാചകമാണ് ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഇടവരുത്തുന്നത് അല്ലേ. കാരണം ചോദിക്കുന്ന ആളായ അച്ഛൻ മകളോട് ചോദിക്കുമ്പോൾ നീന്തല്ല ചോദിക്കുക. അതുകൊണ്ടാണ് ഇവിടെ യു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ യു ആർ ടോക്കിംഗ് ടു എ ബോയ് എന്നൊരു സാധാ വാചകം എന്ന് വെച്ചാൽ നമ്മൾ ഉത്തരവായിട്ട് വരുന്ന വാചകം അല്ലെങ്കിൽ പ്രസ്ഥാന വാക്യം എന്നൊക്കെ ഭംഗിയിൽ പറയാം. അതൊരു വാചകമാണിത്.
അതിനെയാണ് ചോദ്യമാക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യവാചകം കിട്ടുക. നമുക്കറിയാം, സഹായിക്കെടുത്ത് മുമ്പിൽ വയ്ക്കുക, ചോദ്യവാക്കെടുത്ത് അതിന് മുമ്പിൽ വയ്ക്കുക, അപ്പോൾ ചോദ്യം അല്ലേ. യുവിന് മുമ്പിൽ സഹായിക്കറി വന്നു, അതിൻ്റെ മുമ്പിൽ ചോദ്യവാക്ക് വന്നു, അപ്പോൾ ചോദ്യം. അപ്പോൾ ഈ ഇതിലൊരു വ്യത്യാസമുള്ളത് തമ്മിൽ, ഇത് ഇപ്പുറത്തേക്ക് വന്നു അല്ലേ, പിന്നെന്താ ചോദ്യവാക്ക് മുമ്പിൽ വന്നു, ആണ് ഇത് തമ്മിൽ വ്യത്യാസം അല്ലേ. ഇതിലത്തെ 6 ഇപ്പുറത്തേക്ക് വന്നു, 6 മുമ്പിൽ ഒരു ഹൂം കൂടി വന്നു അല്ലേ. ഈ പ്രസ്താവന വാക്യം അല്ലെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന വാക്യവും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൽപ്പത്തിയായിട്ടുള്ള വാചകം. അപ്പോൾ ചോദ്യം ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാവും, ഉത്തരവായിട്ട് വരുന്ന ഭാഗം നമ്മൾ കളയും അല്ലേ. ഈ ഭാഗം നമ്മൾ അതിൽ നിന്ന് കളയും, ബാക്കി ഭാഗം ഉപയോഗിക്കുള്ളൂ. അപ്പം എന്തായിരിക്കും വരിക, ഇത് പ്രതി വയ്ക്കുക, ഹൂ ചേർക്കുക. അപ്പോൾ ഹൂ ആർ യു ടോക്കിംഗ് ടു എന്ന് വരും. അപ്പോൾ ആരോടാണ് ചോദിക്കുന്നത്. ഈ ശരിക്ക് ടു ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ടു ഇതിൻ്റെ മുമ്പിലാണ് വിഭക്തി വരേണ്ടത്, ടു ആരോട് എന്നുള്ളത്. പക്ഷേ അവസാനവും വയ്ക്കാം, മനസ്സിലായേ. ഇതിലൊരു ചെറിയ തെറ്റുണ്ട്. ചെറിയ തെറ്റിൻ്റെ ഹൂ എന്നതിനോട് ആണ് ടു വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ടൂവിനോട് ടു മുമ്പിൽ വിഭക്തിയായ ടു ചേർക്കാൻ പാടില്ല. അപ്പോൾ അതിനെ കുറച്ച് കാരണങ്ങളുണ്ട്, അത് പിന്നെ വിശദീകരിക്കുക, അപ്പോൾ ഒരുപാട് നേരം പോകും. ഇനി അപ്പോൾ ഇത് ടൈപ്പ് കണ്ടുപിടിക്കുന്നതിന് ഈ വാചകത്തിൻ്റെ ടൈപ്പ് തന്നെയാണ് ഇതിന് ഉത്ഭവിക്കുന്ന ചോദ്യത്തിൻ്റെയും ടൈപ്പ് വരിക. അപ്പോൾ യു ആർ ടോക്കിംഗ് ടു എ ബോയിൽ ഏത് ടൈപ്പാണോ അതായിരിക്കും ഇതിൻ്റെയും ടൈപ്പ്. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് കണ്ടെത്തുക. സബ്ജക്റ്റ് നൗൺ ഫ്രേസ് അത് യു, വെർബായിട്ടുള്ള നൗൺ ഫ്രേസ് ആർ ടോക്കിംഗ്. ടു എ ബോയ് എന്നുള്ള എന്താ, ആരോട്, എന്താണത്, അത് അഡ്വർബിൽ ഫ്രേസാണത്. അപ്പോൾ എന്താ ഒരു സബ്ജക്റ്റ് വെർബ് അഡ്വർബ് ഫ്രേസ് വരുന്നത് ഫസ്റ്റ് ടൈപ്പ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈപ്പ് വാചകമാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം തന്നെയാണ് ഫസ്റ്റ് ടൈപ്പ് തന്നെ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ അടിയിൽ ഫസ്റ്റ് ടൈപ്പ് എഴുതാം, ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 4-മത്തേലേക്ക് കടക്കാം. 4-മത്തെ ടു ഹും ആർ യു ടോക്കിംഗ്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഈ ചോദ്യത്തിനും വരിക. ടു ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് എന്നാണ്. ടു ഹും എന്ന് പറഞ്ഞാൽ ഹും ആരെ എന്നൊക്കെ അർത്ഥം. അതിൻ്റെ ടു ചേരുമ്പോൾ ആരോട് എന്നാണ് വരിക. അപ്പോൾ ഇതാണ് ആരോട് എന്നുള്ളതിന് കറക്റ്റ് സെൻറ്റൻസ്. ആരോട് എന്നുള്ളതിന് ടു ഹും ആണ്. ടു ഹും യു ആർ ടോക്കിംഗ് ടു ഹും ആര്, പിന്നെ ഓട് ചേർക്കുമ്പോൾ ആരോട്. ഇത് ആരെന്നാണ് കേട്ടോ. ഹും എന്ന് പറഞ്ഞാൽ ആരെ, അതിനോട് ടു ചേർക്കുമ്പോൾ ആരോട്. അപ്പോൾ ടു ഹും ആർ യു ടോക്കിംഗ്, ആരോട് സംസാരിക്കുകയാണ്. അപ്പം ഇതേ വാചകത്തെ തന്നെയാണ് ചോദ്യമാക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്, ആരോട് സംസാരിക്കുകയാകുന്നു. അത് നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷനിലുള്ള കേസ് എന്നെ ചോദ്യമാക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഉൽപ്പത്തി രീതിയാണെങ്കിൽ ഇത് ഏത് ടൈപ്പാണോ അത് തന്നെ ഇത് ടൈപ്പ്. ഇത് ഏത് ടൈപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കിയത് ഫസ്റ്റാണ്. അപ്പോൾ ഇത് തന്നെയാണ്, ഇതും ഫസ്റ്റ് ടൈപ്പാണ്. ഫസ്റ്റ് ടൈപ്പ് ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള വാചകം, അല്ലെങ്കിൽ സാധാ വാചകത്തെ 2 തരത്തിൽ ഹൂ വെച്ചിട്ട് ചോദിക്കുക, ഹും വെച്ചിട്ട് ചോദിക്കാൻ പാടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ്. ഇത് സ്വല്പം തെറ്റുള്ളതാണ്. ഈ ചോദ്യത്തെ ചോദ്യമാക്കുമ്പോൾ ആരോട് എന്ന് പറയുമ്പോൾ ടു ഹും ആർ യു ടോക്കിംഗ് ടു ആണ് കറക്റ്റ്. പിന്നെ ഇത്
ശരിക്കും പറഞ്ഞ ഗ്രമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, എങ്കിലും സംഭാഷണത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് സംഭാഷണം ഉപയോഗിച്ച് അത് ഒരു ശരിയായിട്ട് തോന്നുന്നു. ഭാഷ എന്ന് പറഞ്ഞ് കൂടുതൽ ആൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റായാലും അത് ശരിയായി മാറും. അപ്പോ ഇതെന്താണിത്? ഇത് ശരിക്ക് ഗ്രമാറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും ഇത് ഒരു ശരിയായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്ന് മാത്രം. ഇനി ഫോർത്ത് ടൈപ്പ്, നാലാമത്തെ വാചകത്തിലേക്ക് വരാം. ടു ഹും ആർ യു ടോക്കിംഗ് ടു? ഇതിന്റെ അർത്ഥം എന്താ മലയാളത്തില്? ടു ഹും, ഹും ആരെ എന്നുള്ള ടു ചേർക്കുമ്പോൾ അത് ആരോട് എന്നതാവും. അപ്പോൾ ടു ഹും ആർ യു ടോക്കിംഗ്, ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്തായിരിക്കും? നിങ്ങൾ ആരോട് സംസാരിക്കുന്നു, നീ ആരോട് സംസാരിക്കുന്നു. അതും എങ്ങനെ, എപ്പോഴാണ് ഇത്തരം ഒരു ചോദ്യം നിൽക്കുന്ന സിറ്റുവേഷൻ വരിക? നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അല്ലേ ചോദിക്കുക. അതേ ചോദ്യം വരുമ്പോൾ ഒരു അറിയാത്ത ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ നീ ആരോടാണെന്ന് സംസാരിക്കും ചോദിക്കും. അപ്പോൾ നമ്മൾ ആ പെൺകുട്ടി നമുക്കറിയാത്ത ഒരു ആൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അതിൻ്റെ അച്ഛൻ ചോദിച്ചു നീ ആരോടാണ് സംസാരിക്കുന്നത് അല്ലേ? നേരത്തെ കണ്ടു. ആ ചോദ്യത്തിൽ ടു ഹും ആർ യു ടോക്കിംഗ് ടു എന്ന് പറഞ്ഞ നീ ആരോടാണ് സംസാരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ കറക്റ്റ് ആവണം എന്നൊരു ചോദ്യം വരിക അല്ലേ? സത്യം പറഞ്ഞ ഇതാണ് കറക്റ്റ്, ഗ്രമാറ്റിക്കലി കറക്റ്റ് ചോദ്യം. ഈ വാചകത്തിൽ നിന്ന് ശരിയായി ബോയ് എന്ന് ഉത്തരം കിട്ടുന്ന വിധത്തിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന്, ഈ വാചകത്തിൽ നിന്ന് ശരിക്ക് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. അപ്പൊ ഇത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പക്ഷെ സംഭാഷണങ്ങളിൽ ഇത് ഉപയോഗിച്ച് ഇത് ശരിയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ഇതിന് തുല്യമായി ഇതിപ്പോൾ പരിഗണിച്ചു വരുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്കറിയാവുന്ന ടൈപ്പ് അത് ഇത് ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ ഇതും ഫസ്റ്റ് ടൈപ്പ് അല്ല, ഇത് ഫസ്റ്റ് ടൈപ്പ്. ഈ ഹൂവിനോട് കൂടി ടു ചേർക്കാറില്ലേ, അതുകൊണ്ടാണ് തെറ്റാവുന്നത്. ഈ ടു ആണ് ഈ ടു ഇവിടെ വയ്ക്കാം. ഹും യു ആർ ടോക്കിംഗ് ടു എന്ന് പറയാം. ഹും ആർ യു ടോക്കിംഗ് ടു എന്ന് പറയാം. ഹും ആർ യു ടോക്കിംഗ് ടു. അപ്പോൾ ടു എന്നുള്ളത് ഇതിൻ്റെ അറ്റത്ത് വരും. അങ്ങനെ വയ്ക്കാം. അപ്പോൾ ഈ ചോദ്യവാക്കിൻ്റെ മുമ്പിൽ വരുന്ന പ്രിപ്പോസിഷൻ ഇതിലേതാ? ടു. അത് വാചകത്തിൻ്റെ അവസാനവും വയ്ക്കാം. നിങ്ങളത് കൊണ്ടാണ് ചില വാചകങ്ങളിൽ അവസാനം എന്ത് കാണുന്നത്? ഈ പ്രിപ്പോസിഷൻ കാണുന്നത്. പ്രിപ്പോസിന് ശേഷം കഴിഞ്ഞൊരു വാക്കും കാണില്ലേ. അങ്ങനെ വരുന്ന പ്രിപ്പോസിഷൻ എവിടെയുള്ളതായിരിക്കും? അത് ചോദ്യവാക്കിൻ്റെ മുമ്പിൽ വരേണ്ടിയിരുന്ന പ്രിപ്പോസിഷനാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനൊക്കെ ഈ ടു എന്നുള്ളത് അവസാനം വരുന്നതിൽ എങ്ങനെ പറയാം? ഹും ആർ യു ടോക്കിംഗ് ടു? ഹും ആർ യു ടോക്കിംഗ് ടു? അപ്പോൾ ലാസ്റ്റ് ടു വരും. അപ്പോൾ ഒരു ചോദ്യത്തിൽ ലാസ്റ്റ് ഒരു ടൂവോ ഓണോ വിച്ചോ കാണുകയാണെങ്കിൽ അത് എവിടെ വരേണ്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചോദ്യവാക്കിൻ്റെ മുമ്പിൽ വരേണ്ടതാണ്. അതുകൊണ്ട് ആ വിഭക്തിയുടെ അർത്ഥം ചോദ്യവാക്കിനോട് കൂട്ടിയെടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ മലയാള തർജ്ജമ കണ്ടെത്താൻ. അപ്പോൾ ഇതിലെ ടു എന്നുള്ളത് ഇവിടെയാണെങ്കിൽ പോലും, ഇവിടെ വെക്കുകയാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ എടുക്കണം. ടു ഹുമിൻ്റെ അർത്ഥം പോലെ എടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ ടൂവിൻ്റെ അർത്ഥം ഇതിനോട് ചേർത്തെടുക്കുന്നത് നമ്മൾ, ഹൂവിനോട്. പക്ഷെ ടു എന്നുള്ളത് ഹൂവിനോട് ചേർക്കാറില്ല. വിഭക്തികളൊന്നും ഹൂവിനോട് ചേർക്കാറില്ലേ. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ടു ഇവിടെ തന്നെ വെക്കും. അപ്പൊ ഈ രണ്ട് വാചകങ്ങളും എന്താണ്? ഫസ്റ്റ് ടൈപ്പാണ്. പിന്നെ ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ട് ടൂവിൻ്റെ മുമ്പിൽ ടു വരില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പറയാം. ടു ഹി എന്ന് പറയൂ നമ്മൾ.
ഇങ്ങനെ പറയൂ. ഇല്ല. അവനോട് എന്നുള്ളതിനെ എങ്ങനെ പറയാ? ടു ഹിം എന്നേ പറയൂ, അല്ലേ? ടു ഹി എന്ന് പറയില്ല. അപ്പോൾ ടു ഐ എന്ന് പറയും. എനിക്ക് എന്നുള്ളത് ടു ഐ എന്ന് പറയില്ല, ടു മീ എന്ന് പറയില്ല, അല്ലേ? അതിൻ്റെ കാരണമൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? അതും കൂടി വിശദീകരിക്കുന്ന സമയം ഒരുപാട് ആവുന്നത് കൊണ്ട് അത് പിന്നെ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിച്ച് തരാം. ജസ്റ്റ് ഇത് ആലോചിച്ചാൽ മതി. ഇത് അപ്പോൾ ടു ഹിം എന്ന് പറയാത്തത് എന്തുകൊണ്ട്? അതേ കാരണം തന്നെ ടു ഹ്യൂ എന്നത് ഹൂവിൻ്റെ കൂടെ ടു ചേർക്കാത്തത് എന്ന് മനസ്സിലാക്കുക. ഹിമ്മിൻ്റെ കൂടെ ടു ചേർക്കും, അത് തന്നെയാണ് കാരണം ഹുമ്മിൻ്റെ കൂടെ ടു ചേർക്കുക. അപ്പോൾ ഇതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഈ വാചകമാണ് കറക്റ്റ്, ഈ വാചകം അല്പം ഗ്രാമാറ്റിക്കൽ തെറ്റാണ്, ഇതിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, അതുപോലത്തെ ഇത് ഫസ്റ്റ് ടൈപ്പ് സെൻറ്റൻസ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ബാക്കി രണ്ടെണ്ണത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമ്മുടെ മുന്നിലുള്ള സംശയം ഇതാണ്. ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ എന്നത് ഏ ടൈപ്പിൽപ്പെട്ട വാചകമാണ്. ദ ഹൗസ് ഇൻ വിച്ച് ഐ ലിവ്, അല്ലെങ്കിൽ ദ ഹൗസ് വിച്ച് ഐ ലിവ് ഇൻ, ഇത് ഏത് ടൈപ്പ് വാചകമാണ്? ഒന്നാമത്, ഇത് വാചകമാണോ നിങ്ങളുടെ ചോദ്യം. ഇത് വാചകമാണോ എന്ന ചോദ്യം. ഇത് വാചകം അല്ല, വാചകമല്ലേ? എന്തുകൊണ്ട്? ഇപ്പം നമ്മൾ കപ്പലണ്ടി വാങ്ങിക്കൊണ്ടുവരിക വിചാരിക്കുക. ആ കപ്പലണ്ടി പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, വേണമെങ്കിൽ ആട്ടിയെടുക്കാം, അല്ലെങ്കിൽ പല ഉപയോഗങ്ങളുണ്ട്. ഈ കപ്പലിൻ്റെ നമ്മൾ വറുത്ത് ഒരു ശർക്കര ഉരുക്കി അത് കൂട്ടിച്ചേർത്ത് അത് എന്താവും? കപ്പലണ്ടി മിഠായിയാവും. അപ്പം പിന്നെ അതിനെ കപ്പലണ്ടി എന്ന് പറയാൻ പറ്റുമോ? കപ്പലണ്ടി അല്ല, അത് മിഠായിയാണ്, അല്ലേ? അതൊരു പലഹാരമായി മാറി. പിന്നെ അതിനെ കപ്പലണ്ടി എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അത് മിഠായി എന്ന് പറയാം. എന്താ പോലെയാണത്? അത് മാറി. അത് മാറിക്കഴിഞ്ഞാൽ എന്താ? അതിനെ പിന്നെ അത് കപ്പലണ്ടി ആയിട്ട് കണക്കല്ല, മിഠായി ആയിട്ട് കണക്കാക്കുക എന്ന പോലെ തന്നെയാണത്. ഇത് വാചകത്തെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, പിന്നെ അത് വാചകമായിട്ട് ആ വാചകത്തിൻ്റെ ഘടനയെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ടില്ലേ? അത് വാചകമല്ല. കപ്പലിൻ്റെ മിഠായി നിങ്ങൾ കപ്പലണ്ടി കാണാം എന്നതുകൊണ്ട് അത് കപ്പലിൻ്റെ ആവുമല്ല, അത് മിഠായിയാണ് അത്, അല്ലേ? എന്താ പോലെ ഇതിൽ വാചകത്തെ നിങ്ങൾക്ക് ദർശിക്കാനാവും, അല്ലേ? ഐ ലിവ് ഇൻ എന്ന് പറഞ്ഞ വാചകപാട് നമ്മൾ പഠിച്ചിട്ട്, ഐ ലിവ് എന്ന് പറഞ്ഞാൽ വാചകപാട്. അപ്പോൾ ഇതിൽ വാചകം പറഞ്ഞ് അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട്, പക്ഷെ ഈ വാചകത്തെ നമ്മൾ മാറ്റി മറ്റൊന്നായി മാറ്റി. എന്തായിട്ട് മാറ്റിയത്? അതുകൾ പറഞ്ഞ് ആദ്യ വാചകം ദ ഹൗസ് എന്നാ, ദ ഹൗസ് എന്നതിലെ ഹൗസ് എന്ന ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഇത്രയും ഭാഗം, ദാറ്റ് ഐ ലിവ് ഇൻ. ദാറ്റ് ഐ ലിവ് ഇൻ അത് നമ്മൾ പഠിച്ചതാണ്, അല്ലേ? ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം എന്താ? ഐ ലിവ് ഇൻ, ഞാൻ താമസിക്കുന്നു. അതിൽ ദാറ്റ് വെച്ച് എന്താ അർത്ഥം? ഞാൻ താമസിക്കുന്നതായ, ഞാൻ മനോഹരമായ എന്നൊക്കെ പോലെ താമസിക്കുന്നതായ എന്നതുപോലെ എന്താ ഇത് വാചകമായിരുന്നു, പക്ഷെ അതിനെ മാറ്റി അഡ്ജക്റ്റീവാക്കി മാറ്റി, അല്ലേ? ഒരു വാചകത്തെ അഡ്ജക്റ്റീവായിട്ട് മാറ്റി. അത് ആഡ്ജക്റ്റീവാകുമ്പോൾ തന്നെ നാമവിശേഷണം അഡ്ജക്റ്റീവ് എന്ന് അറിയാം, അത് ഈ നാമത്തെ വിശേഷിപ്പിക്കുന്നു, ഹൗസ്. അപ്പം എന്താ പറയുക? ഒരു നാമവും അതിൻ്റെ വിശേഷവും ചേർന്ന ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക? നൗൺ ഫ്രേസ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതെന്താണ്? ഇത് ഒരു NP നൗൺ ഫ്രേസാണ്. അപ്പോൾ ഇതൊരു വാചകമല്ല എന്നുള്ളതാണ് കാരണം. ഒന്നുകൂടി വിശദീകരിക്കുക നമ്മൾ. ഇതിൽ വാചകമല്ല, ഇതിൽ വാചകം കാണുന്നുണ്ട്, പക്ഷെ വാചകമല്ല. നേരത്തെ കപ്പലിൽ വിട്ടാൽ കഥ പറഞ്ഞ പോലെയാണത്.
മനസ്സിലായ? ഇത് ഒരു വാചകമല്ല, ഒരു NP മാത്രമാണ്. എന്ന് വെച്ചാൽ ഒരു വാക്ക് പോലെ, നൗൺ പോലെ ഉപയോഗിക്കേണ്ട കുറേ വാക്കുകളാണ്. ഇത് നൗണിന് തുല്യമാണ്. നൗൺ എങ്ങനെയാണ് ഉപയോഗിക്കുക അതേപോലെ ഇത് ഉപയോഗിക്കണം. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആളുകൾക്ക് ഇത്രയും കുറേ വാക്കുകളുടെ കൂട്ടം കാണുമ്പോൾ ഒരു വാക്ക് പോലെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരു ശങ്ക. ആ ശങ്ക ഒന്ന് മാറ്റിക്കളഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിനൊരു ബോധ്യം വരുത്താനായിട്ട് ഞാൻ ചില ഉദാഹരണം കാണിച്ചു തരാം. ഇത് ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ, അത് വിശദീകരിക്കാനായിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ചുവന്ന ഒരു ചെറിയ ടേബിളിൻ്റെ മുകളിൽ ഇത് ഇവിടെ ഒരു സാധാരണ കിട്ടുന്നത് 500 ഒരു നോട്ട് അല്ലേ. ഇപ്പോഴത്തെ നിങ്ങൾ നോക്കിയാൽ മറ്റൊരു കൂട്ടം കാണാം 300 ഒരു 200. അത്ര 500 റുപ്യ അല്ലേ. ശരി, എനിക്കിപ്പോൾ റംബൂട്ടാൻ തിന്നാൻ കൊതി. അവിടെ നിന്ന് ഒരു ഇത് കേൾക്കുന്നുണ്ട്, റംബൂട്ടാൻ്റെ ഒരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അവരിങ്ങനെ വിളിച്ചു പറയാണ് കിലോ 250 റുപ്യ. എനിക്കാണെങ്കിൽ റംബൂട്ടാൻ തിന്നാൻ വളരെ കൊതി. ഞാൻ 2 കിലോ മേടിക്കാൻ തീരുമാനിച്ചു. അത് 2 കിലോ കിട്ടണം. ഞാൻ എന്ത് ചെയ്യണം? ഈ 500 കൊടുത്താൽ കിട്ടുമോ അല്ലേ? അപ്പോൾ 500 കൊടുത്താൽ എനിക്ക് 1 കിലോ റംബൂട്ടാൻ വാങ്ങി 2 കിലോ വാങ്ങാം, അത് കഴിക്കാം അല്ലേ. ഇനി ഇത് നോക്കുക, 1, 2, 3, 300, 200, 500. ഇത് കൊടുത്താൽ എനിക്ക് 2 കിലോ കിട്ടുമോ? പോവല്ലോ. എന്താ കാരണം? 500 തുല്യമാണ്. അപ്പോൾ 500ൻ്റെ ഒരൊറ്റ നോട്ടിന് പകരം ഇത് കൊടുത്താലും മതി. വാസ്തവത്തിൽ ഇത് 4 നോട്ടില്ലേ. പക്ഷെ 4 നോട്ടിന് ഇതിൻ്റെ വില എത്രയാ? 500 തുല്യമാണ്. ഇപ്പോൾ 2 കിലോ തന്നെ കിട്ടുള്ളൂ. ഇത്രയും കൂടുതൽ കാശ് കൊണ്ടുപോയിട്ട് എനിക്ക് കൂടുതൽ റംബൂട്ടാൻ കിട്ടുമോ? ഇല്ലേ, 2 കിലോനെ കിട്ടൂ. കാരണം ഇത് ഈ 500 രൂപയ്ക്ക് തുല്യമാണ്, ഒറ്റ നോട്ടിന് തുല്യമാണ്. അപ്പോൾ 500ൻ്റെ ഒറ്റ നോട്ടിൻ്റെ അതേ കാര്യമാണ് ഇതുകൊണ്ടും ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഈ ഇതിലത്തെ ഈ നൗൺ ഫ്രേസ് എന്നുള്ളത്. ഒറ്റ ഇത് അത് എന്ത് ചെയ്യണം, കുറേ വാക്കുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ധർമ്മം എന്താ? ഒരൊറ്റ വാക്കിൻ്റെ ധർമ്മമാണ്, ഒരു നൗണിൻ്റെ ധർമ്മമാണ്. ഇതിൽ ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ, ഞാൻ ജീവിക്കുന്നതായ വീട് എന്നുള്ളത്, ആ വീടും അതിൻ്റെ വിശേഷണം കൂടി ഒരുമിച്ചാണ്. അത് ഒറ്റ നൗണിൻ്റെ ധർമ്മമാണ് ചെയ്യുക. അപ്പോൾ ഒരു നൗൺ എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ അത് ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ ഒരു വാചകത്തിലെ സബ്ജക്റ്റായിട്ട് വയ്ക്കാം, ഓബ്ജക്റ്റായിട്ട് വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ ഇതിലൊരു പ്രിപ്പോസിഷൻ ചേർക്കാം, അങ്ങനെ വയ്ക്കാം. പ്രിപ്പോസിഷൻ ചേർക്കുകയാണെങ്കിൽ എവിടെയാണ് വയ്ക്കുക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ വീട്, അതിൻ്റെ ഒരു നൗണാണ്. അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ ചേർക്കുക എവിടെ? ഇവിടെ ചേർക്കും അല്ലേ, അതിൻ്റെ മുമ്പിൽ. അപ്പോൾ നൗണിൻ്റെ അതേപോലെയല്ലേ ഒരു നൗൺ ഫ്രേസ്. ഇതിൽ ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ എന്ന് പറഞ്ഞാൽ ആ നൗൺ ഫ്രേസിൻ്റെ കൂടെ വിഭക്തി ചേർക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും വയ്ക്കണം? എവിടെയായിരിക്കും വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ അല്ലേ. ഇപ്പോൾ നോക്കുക, കുട്ടികൾ ഞാൻ വീട്ടിലേക്ക് പോയി എങ്ങനെ പറയുക? ഐ വെൻറ്റ് ടു ഹൗസ്. ഐ വെൻറ്റ് ടു ഹൗസ്. ഇനി ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക് ഞാൻ പോയി. അതിലെ ഇപ്പോൾ വീട്ടിൽ, ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ എവിടെ വയ്ക്കുക? ടു, ഇതിൻ്റെ മുൻപിൽ. മനസ്സിലായ? അതേപോലെ തന്നെയാണ് വയ്ക്കുക. ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ. ടു ദ ഹൗസ്, ഇതിൻ്റെ അർത്ഥം എന്താ? വീട്ടിലേക്ക്. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക്. മനസ്സിലായ? അതിനെന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നൗണിൻ്റെ മുമ്പിൽ ഈ പ്രിപ്പോസിഷൻ വെക്കുന്ന പോലെ ഈ നൗൺ ഫ്രേസിൻ്റെ മുമ്പിലും എന്ത് വയ്ക്കാം? വിഭക്തി വയ്ക്കാം.
അപ്പോൾ ഇതെന്തായി ഇത് ഒരു അഡ്വർബിന് അല്ലേ. എവിടേക്ക് പോയി എന്ന് ചോദിച്ചാൽ എന്താ, എവിടേക്ക് പോയി എന്നുള്ള ഉത്തരം എന്താണ്, അഡ്വർബാന്നറിയാം. വീട്ടിലേക്ക് പോയി. അപ്പോൾ ടു ഹൗസ് എന്നുള്ളത് ഒരു അഡ്വർബാണ്. ഇതിങ്ങനെയും പറയാം, വീട്ടിലേക്ക് എവിടേക്ക് പോയി, ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക്. അത് ഇതും എന്തിൻ്റെ ഉത്തരാണ്, ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയും ഭാഗം എന്താണ്, ഒരു അഡ്വർബാണ്. അതൊന്നുകൂടി ഞാൻ പിന്നീട് വിശദീകരിച്ച് തരാം. ഇതൊന്നുകൂടി വ്യക്തമാവാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ വിശദീകരിച്ച് തരാം. ഓക്കെ. അപ്പോൾ ഈ അഡ്ജക്റ്റീവ് ഫ്രേസ്, അതായത് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് അടങ്ങിയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് നൗൺ ഫ്രേസ് ഒരു നൗണിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അത് വിശദമാക്കാനായിട്ട് ഒരു ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ എന്താ കാട്ടുന്നത്, ഒരു ബോട്ടിൽ സംതിങ് എന്തോ ഉണ്ട് ഇതിൽ അല്ലേ. ഈ ബോട്ടിൽ എന്തോ ഉണ്ട്, എന്താണ് നിങ്ങൾക്കറിയാം, ജിജ്ഞാസിൻ്റെ എന്താ ചോദിക്കുക, കുപ്പിയിൽ എന്താണ് ചോദിക്കുക അല്ലേ. കുപ്പിയിൽ എന്താണ് നിങ്ങൾ ചോദിക്കും. വാട്ട് ഈസ് ഇറ്റ് ഇൻ ദ ബോക്സ്, നിങ്ങൾക്ക് എന്താ ബോട്ടിൽ എന്ന് ചോദിക്കാതെ നിങ്ങൾക്ക് അല്ലേ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം പറയുക, നമുക്ക് വേണമെങ്കിൽ അതിലുള്ള സാധനം എന്താണെന്ന് ഒരു വാക്കിൽ ഉത്തരം പറയാം. അത് ഒന്നിൽ കൂടുതൽ വാക്കിൽ പറയാം, ഒരു വാചകത്തിലോ ഒക്കെ, വാചകം പോലെയുള്ള ഒരു കൂട്ടം വാക്കുകളിലും ഉത്തരം പറയാം. അത് കാണിച്ചു തരാം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഞാൻ ഹണി അതിൽ തേൻ എന്ന് പറയാം. അപ്പോൾ എത്ര വാക്കുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്താ അത് പിടികിട്ടിയില്ലേ, അതിൽ തേനാണെന്ന് പിടികിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുടെ തേനെന്ന് അറിയാൻ ജിജ്ഞാസുണ്ടെങ്കിൽ അതിന് എങ്ങനെ ഞാൻ പറയും, വൈൽഡ് ഹണിന്ന്. ഇത് കാട്ടുതേനാന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയി നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ നമുക്കൊന്നുകിൽ തേൻ എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ട് വാക്കായിട്ട് കാട്ടുതേൻ എന്ന് പറയാം. ഒന്നുകൂടി വ്യക്തമായിട്ട്, ഞാനൊരു വൈദ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാട്ടുതേനാണ് എന്ന് പറയാം. ഇത് എന്താണിത്, ഞാനൊരു വൈദ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാട്ടുതേൻ, അങ്ങനെയും പറയാം. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അതിൽ അങ്ങനെയൊക്കെ പറയാം. ഒന്ന് തേൻ എന്ന് പറയാം, അല്ലെങ്കിൽ കാട്ടുതേൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെയും പറയാം, ഒരു വൈദ്യനിൽ നിന്ന് വാങ്ങിയതായ കാട്ടുതേൻ, അങ്ങനെയും പറയാം. അപ്പോഴും ഇതിലുള്ള സാധനമാണ് അല്ലേ, ഒറ്റ സാധനത്തെയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം എന്താണത്, ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം പോലെയുള്ള വാക്കുകളുടെ കൂട്ടം ഒക്കെ നാം ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധനത്തെ തന്നെ സൂചിപ്പിക്കുക. അപ്പോൾ എല്ലാം ഒറ്റ സാധനത്തേക്ക്, അതൊരു നൗൺ തന്നെയാണ്. അതുകൊണ്ട് ഇത് ആദ്യത്തേത് നൗണാണെങ്കിൽ പിന്നത്തെയൊക്കെ നൗൺ ഫ്രേസിലും പെടും. ഓക്കെ, മനസ്സിലായ? നമുക്ക് ഞാനിത് പറഞ്ഞത് മലയാളത്തിൽ ഇംഗ്ലീഷൊന്നും ബോർഡിൽ എഴുതിയിടാം. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. തേൻ ഹണി അല്ലെങ്കിൽ കാട്ടുതേൻ, വൈൽഡ് ഹണി. ഒരു വൈദ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായ കാട്ടുതേൻ, വൈൽഡ് ഹണി ദാറ്റ് ഐ ബോട്ട് ഫ്രം എ ഡോക്ടർ. ഇവിടെ എന്ത് വയ്ക്കുക വേണമെങ്കിലും ദാ വയ്ക്കാം അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം ഇല്ലേ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വാചകത്തിൽ എവിടെങ്ങനെയാണ് വരിക, ഇതെല്ലാം ഇത് ഒരുമിച്ചാണ് വരിക. ഈ ഉപയോഗിക്കുക അല്ലെ, സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുക. സബ്ജക്റ്റായി ഉപയോഗിക്കണം നമുക്ക് നോക്കാം. ഇപ്പോൾ തേനെ കുറിച്ചാണ് പറയുന്നത്. തേൻ സബ്ജക്റ്റ്, തേൻ വില കൂടിയതാണ്, തേൻ വില കൂടിയതാണെന്നൊരു വാചകം പറഞ്ഞു വിചാരിക്കുക. ഇപ്പോൾ ഇവിടം വരെ ഉള്ള തേൻ വില കൂടിയതാണ് ഒന്നാമത്തെ വാചകം എടുക്കുക. അപ്പോൾ അതിൽ തേൻ സബ്ജക്റ്റും വില കൂടിയതാണ് വിശദീകരണവും അല്ലേ. അത് ഫോർത്ത് ടൈപ്പ് സെൻറ്റൻസ് എന്നറിയാതെ എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹണി ഈസ് കോസ്റ്റ്ലി അല്ലേ, അത് വിശദീകരണ ഭാഗം നമുക്കറിയാതെ. ആ രണ്ടാമത്തേൽ നോക്കുക, അതിൽ കാട്ടുതേൻ വില കൂടിയതാണ്, അതിൽ കാട്ടുതേൻ എന്നുള്ളത് നൗൺ ഫ്രേസാണ് അല്ലേ. അതും നൗണിനെ പോലെ ഉപയോഗിക്കുക എന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ വരിക, കാട്ടുതേൻ വില കൂടിയതെന്ന് വെച്ചാൽ ഈസ് കോസ്റ്റ്ലി. അപ്പോൾ ഇത് സബ്ജക്റ്റ്, ഇത് അതിൻ്റെ വിശദീകരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് കണ്ടു വീണ്ടും പറയുന്നില്ല.
പിന്നെ ഒരു വൈദ്യന്റെ കയ്യിൽ നിന്നും വാങ്ങിയതായ കാട്ടുതേൻ വില കൂടുതലാണ്, അങ്ങനെയും പറയാം അല്ലേ. അപ്പൊ അതിന് സബ്ജക്റ്റ് ഏതിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് ഞാൻ ഒരു വൈദ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായ കാട്ടുതേൻ, അതാണ് നമ്മുടെ വിഷയം. അപ്പൊ എവിടെ തൊട്ട് എവിടം വരെയാണ് അതിന് സബ്ജക്റ്റ് വരിക? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ വൈദ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായ കാട്ടുതേൻ, അത്രയും പറയുമ്പോഴാണ് നമ്മുടെ വിഷയമായിട്ടുള്ളൂ. അതാണ് വില കൂടി എന്ന് പറയുന്നത്. അപ്പോൾ ദ വൈൽഡ് ഹണി ദാറ്റ് ഐ ബോട്ട് ഫ്രം എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ വൈദ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായ, ഇത്രയും എന്താണ് ഒരു നൗണിന്റെ തുല്യമാണത്. അപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് ഇത്രയും വാക്കുകൾ ചേർന്നാണ് സബ്ജക്റ്റ്. നമ്മൾ പറയില്ലേ 500 ഒറ്റനോട്ടിന് പകരം 4 നോട്ട് കൊടുത്ത്, അല്ല 3 100ൻ്റെയും 200ൻ്റെയും അങ്ങനെ 4 നോട്ട് കൊടുത്താലും തുല്യമാണെന്ന് പറഞ്ഞില്ല. എന്ന പോലെ ഈ എല്ലാ വാക്കുകളും ചേർന്നത് എന്തിന് തുല്യമാണ്? ഒരു നൗണിന് തുല്യമാണ്. അപ്പൊ അതൊരു വിഷയം, അതെന്തായിട്ട് എടുക്കാം? ഒരു വാചകത്തിലെ ഒരു നൗൺ പോലെ ഉപയോഗിക്കാം, അതായത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഭാഗം ചേർക്കുമ്പോൾ. അപ്പൊ എങ്ങനെയാണ്? ഈസ് കോസ്റ്റ്ലി, എങ്ങനെയാണ് എഴുതുക? അപ്പോൾ താൻ ഈസ് കോസ്റ്റ്ലി എന്ന് പറയാം, താൻ വില കൂടിയതാണ്. വൈൽഡ് ഹാൻഡ് ഈസ് കോസ്റ്റ്ലി എന്ന് പറയാം, അങ്ങനെ അല്ലെങ്കിൽ ഹഡി ദാറ്റ് ഐ ബോട്ട് ഫ്രം ദ ഡോക്ടർ ഈസ് കോസ്റ്റ്ലി, അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്രയും ഭാഗം സബ്ജക്റ്റാണ്. എന്ത് കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. ഇനി മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ, അത്രയും എന്താണ് നൗൺ ഫ്രേസിന് തുല്യമാണെന്ന് പറഞ്ഞു. അത് പ്രിപ്പോഷൻ ചേർത്തിട്ട് അത് അഡ്ജക്റ്റീവായിട്ടോ അഡ്വർബായിട്ടോ ഉപയോഗിക്കാം. നമുക്കറിയാം, ഒരു നൗണിൻ്റെ കൂടെ പ്രിപ്പോഷൻ ചേർന്നാൽ അത് അഡ്ജക്റ്റീവ് ആവും, അല്ലെങ്കിൽ അഡ്വർബ് ആവും. ഇത് രണ്ടായിട്ട് ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചാണ്. അതിലൊരു ഉദാഹരണം ഞാൻ എഴുതാം, രണ്ടിന് ഉദാഹരണം എഴുതാം. ഓക്കെ. നൗണിനെ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് കൊണ്ട് വിശേഷിപ്പിച്ചിട്ട് ഉണ്ടായ ഒരു നൗൺ ഫ്രേസ്, ഇങ്ങനത്തെ ഒരു നൗൺ ഫ്രേസിന് കൂടെ വിഭക്തി ചേർത്ത് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു അഡ്വർബ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നൊരു സംശയമായിട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ സംശയം തീർക്കാനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഹൗസ് എന്ന് എടുക്കുക. ഹൗസ് എന്നുള്ള മാത്രം എടുത്താൽ എന്താണ്? നൗണാണ്, നമുക്കറിയാം ഇല്ലേ? അതിന് ടു ചേർത്താൽ അത് വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള അർത്ഥത്തിലുള്ള ഒരു വാക്യഭാഗമായിട്ട് മാറുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള എന്ന രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇത് വീട്ടിലേക്ക് എന്നാകുമ്പോൾ അഡ്വർബായിട്ടും വീട്ടിലേക്കുള്ള എന്നുള്ളത് അഡ്ജക്റ്റീവായിട്ടായിട്ടും വരിക. നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നത് മാത്രം. ഇനി അതിൻ്റെ പ്രയോഗം നോക്കുക. ഇപ്പോൾ വീട്ടിലേക്ക് എന്ന് പ്രയോഗിക്കാൻ അഡ്വർബാണ്, അതിൻ്റെ പ്രയോഗം നോക്കുക. ഐ വെന്റ് ടു ഹൗസ്, ഞാൻ വീട്ടിലേക്ക് പോയി. എവിടെ പോയി? വീട്ടിലേക്ക്. അപ്പോൾ പോയി എന്നതിൻ്റെ വിശേഷണം എവിടേക്ക്? വീട്ടിലേക്ക്. അപ്പോൾ ഇതിൽ ടു ഹൗസ് എന്നുള്ളത് അഡ്വർബാണ്. അടുത്ത് നോക്കുക, വീട്ടിലേക്കുള്ള അഡ്ജക്റ്റീവ. ദ വേ ടു ഹൗസ് ഈസ് ബാഡ്. ദ വേ ടു ഹൗസ് ഈസ് ബാഡ്. അപ്പോൾ ഇവിടെ ഈ ഹൗസ് എന്നുള്ളത് ഏതാ? വീട്ടിലേക്കുള്ള വഴി. ആ വഴിയുടെ വിശേഷണം, എങ്ങോട്ടുള്ള വഴി? വീട്ടിലേക്കുള്ള ആ വഴി, ആ വഴിയുടെ വിശേഷതയാണ് പറയുന്നത്. അപ്പോൾ വീട്ടിലേക്കുള്ള വഴി മോശപാട്. അപ്പോൾ ഇതിവിടെ നോക്കുക, വേ എന്ന നൗണിനെയാണ് ഈ ടു ഹൗസ് എന്ന ഇതുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നൗണിനെ വിശേഷിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ് അല്ലേ, അപ്പോൾ ഇത് അഡ്ജക്റ്റീവായിട്ട്. അപ്പോൾ ടു ഹൗസ് എന്നുള്ള അഡ്ജക്റ്റീവായിട്ട് വരുന്നു, ടു ഹൗസ് എന്നുള്ള അഡ്വർബായിട്ട് വരുന്നു. രണ്ടും മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇനി ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വീടും
ദ ഹൗസ്, അതിന്റെ വിശേഷണമായിട്ടുള്ള ഭാഗം ചേർന്ന നൗൺ ഫ്രേസ് ആണ് ഈ ചതുരത്തിലുള്ളത് മുഴുവൻ അല്ലേ. അതിന്റെ കൂടെ ടു എന്നൊരു പ്രിപ്പോഷൻ ചേർക്കാൻ എവിടെ ചേർക്കാം? മുമ്പിലായിരിക്കും അല്ലേ. ഏത് നൗൺ ഫ്രേസിന്റെ അല്ലെങ്കിൽ നൗണിന്റെ പ്രിപ്പോഷൻ ചേർക്കുമ്പോൾ അതിന്റെ മുമ്പിലാണ് വെക്കേണ്ടതെന്ന് ഒരു 100 തവണ പറഞ്ഞാണ് എങ്കിലും ഒരു വട്ടോടും പറയുന്നത്. അപ്പോ ഇതിൽ ടു ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ എന്താ വെച്ചാൽ എന്താ അർത്ഥം വരിക? ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ്, ഞാൻ ജീവിക്കുന്നതായ വീട്ടിലേക്ക് അല്ലെ. ടു ചേർക്കുമ്പോ ഈ ഹൗസിന്റെ മുമ്പില് ടു ചേർക്കുമ്പോൾ ഹൗസിനോട് കൂടി എന്ത് വരും? ടു ലേക്ക് എന്നിട്ട് ചേർത്തെടുക്കണം. അപ്പൊ ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു ടു ചേർക്കാണെങ്കിൽ എന്താണ്? ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ, ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക്, അങ്ങനെ അർത്ഥമെടുക്കാം. വീട്ടിലേക്കുള്ള എന്ന് അർത്ഥമെടുക്കാം. അപ്പൊ ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക് ഞാൻ പോയി എന്നാണെങ്കിൽ എന്താ അർത്ഥം? അപ്പൊ ഈ വീട്ടിലേക്ക് എന്നുള്ള സ്ഥാനത്ത് എന്ത് വെക്കണം? ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക് എന്ന് വേണം എഴുതാൻ അല്ലേ. അപ്പോ ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക് പോയി. എവിടേക്ക് പോയി? ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക്. അപ്പൊ ഞാൻ താമസിക്കാതെ വീട്ടിലേക്ക് എന്നുള്ള ഭാഗം മുഴുവൻ അഡ്വർബാണ് അല്ലേ. എവിടേക്ക് എന്ന് പോയി എവിടേക്ക് പോയി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അതുകൊണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിനെഴുതുക? ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ പോയി. അപ്പൊ ഞാൻ പോയി എന്നുള്ളത് കൂടി ഉണ്ട്. ബാക്കി എന്താ വരും ഇവിടെ? ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക്. അപ്പോ അതിന്റെ ഇത് ഇവിടെ ചേർക്കണം അല്ലേ. ഇനി ഇങ്ങനെയാണെങ്കിലോ? അപ്പൊ അത് അഡ്വർബായിട്ടുള്ള ഉപയോഗം. ഇനിയാ ഞാൻ താമസിക്കുന്നതായുള്ള വീട്ടിലേക്കുള്ള വഴി, എങ്ങനെയുള്ള വഴി? ആ വഴിയുടെ വിശേഷണം ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്കുള്ള വഴി. അപ്പൊ എവിടെ വരിക? ഇതിന്റെ ബാക്കിൽ വരും അല്ലെ. വഴിയുടെ വിശേഷണമായിട്ട് വരുന്നത്. അപ്പൊ അത് അഡ്ജക്റ്റീവ് പറ്റും. അതെങ്ങനെ പറയാ? ദ വേ ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ, ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്കുള്ള വഴി ഈസ് ബാഡ്. ആ രണ്ട് ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ. അപ്പോ ഇവിടേക്ക് നോക്കുക. ഐ വെന്റ്, ഞാൻ പോയി. എവിടേക്ക്? ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ. ഐ ലിവ് ഇൻ ഞാൻ ജീവിക്കുന്നു, പ്ലസ് ദാറ്റ് ആയ ഞാൻ ജീവിക്കുന്നതായ വീട്ടിലേക്ക്. അപ്പൊ ഈ ഇത്രയും ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ എന്ന ആ നൗൺ ഫ്രേസിന്റെ കൂടെ ടു ചേർക്കുമ്പോ അതെന്തായി? അതൊരു അഡ്വർബായി. അത്രയും ഭാഗം എന്തിനുത്തരാണ്? എവിടേക്ക് പോയി, എവിടേക്ക് പോയി അല്ലെ. പോയി എൻ്റെ കൂടെ എവിടേക്കെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണത്. അപ്പൊ അത് അഡ്വർബാണെന്ന് അറിയാം. പിന്നെ അടുത്ത വാചകം നോക്കുക. ദ വേ ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ. എന്തർത്ഥം? ദ വേ വഴി. ആ വഴിയുടെ പ്രത്യേകത ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ, ഞാൻ ജീവിക്കുന്നതായ വീട്ടിലേക്കുള്ള അവിടെ വഴി. കാരണം ഈ വഴിയുടെ വിശേഷണം അത്രയും ബാക്കിയുള്ളത്. അപ്പൊ ടു ദ ഹൗസ് ദാറ്റ് ഐ ലിവ് ഇൻ എന്നുള്ളത് ഈ വാചകത്തില് ഈ വേ എന്ന നൗണിന്റെ വിശേഷണമായി വരുന്നു. മനസ്സിലായ? അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ അഡ്വർബായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഇത്രയും ഇങ്ങനെയുള്ള അഡ്ജക്റ്റീവിനോട് കൂടി പ്രിപ്പോസിഷൻ ചേർത്ത് അഡ്ജക്റ്റീവോ അഡ്വർബായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടുല്ലോ. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നേ പറയാനുള്ളൂ. ഓക്കെ. നമുക്ക് മറ്റൊരു കാര്യം കൂടി പഠിക്കാം. ഈ കണ്ട ഇതിൽ ഇന്ന് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പലർക്കും സംശയം വരാറുണ്ട്. അതൊന്നും നമുക്ക് നോക്കാം.